ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലും മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇതുവരെ UDFന് അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാം സീറ്റ് വേണമെന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുക. എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഈ ഘട്ടത്തിലുള്ളൊരു നിലപാട്? അല്ല, ഇത് അവസാനിക്കാൻ പോകല്ലേ? ചർച്ചകൾ അവസാനിപ്പിക്കേണ്ട സമയമായി. 25-ാം തീയതി ഞങ്ങൾ UDF ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നടക്കുന്നുണ്ട്. അതിന് തീരുമാനമാവും. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? എന്താണ് മറ്റുള്ളവരൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങളേക്ക് എത്തുമ്പോഴും സീറ്റ് വിഷയത്തിൽ പോലും ധാരണയാവാൻ ഇതുവരെ ലീഗിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല? മറ്റുള്ളവർക്കൊക്കെ തെരുവിൽ നിന്ന് ആളുകളെ വിലക്ക് വാങ്ങി കൊണ്ടുവരിക, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് വലിയ പട്ടിയെന്ന് നോക്കിയിട്ട് സ്ഥാനാർത്ഥികളായി നിർത്തുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളങ്ങനെയല്ലോ, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ ഫലം വിലയിരുത്തിയിട്ടൊക്കെ അല്ലേ ചെയ്യേണ്ടത്. അതിൻ്റേതായ താമസം ഉണ്ടാവും. ഇനിയും ഇതിലൊരു കാലതാമസം ഉണ്ടാകുന്നത് ശരിയാണോ? അല്ല, ശരിയല്ല. നിങ്ങൾ പറഞ്ഞ് വളരെ ശരിയാണ്. ഇനിയും കാലതാമസം ഉണ്ടാകുന്നത് ശരിയല്ല. അതുകൊണ്ട് 25-ാം തീയതിയെങ്കിലും ഫൈനൽ തീരുമാനം ഉണ്ടാകണം. 27-ന് പാർട്ടി അതിൻ്റെ തീരുമാനം എടുക്കും. മൂന്നാം സീറ്റ് ലഭിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ്. എന്താ സംശയം? എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് അർഹതയുണ്ട്, പിന്നെ അത് കിട്ടൂലേ? എന്താ സംശയം? അർഹത ഉള്ളവർക്കല്ലേ കിട്ടുക. കോൺഗ്രസ് നേതാക്കളൊക്കെ തുടർച്ചയായി പറയുന്ന ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ അതേ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത്തവണ ലീഗിന് മൂന്നാം സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏത് കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വന്നത് കൊടുക്കില്ല എന്ന്, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല എന്നാ? ഔദ്യോഗികമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളല്ലേ അറിയിക്കേണ്ടത്, ചാനലുകളല്ലല്ലോ. അത് ശരിയല്ലല്ലോ. ഞങ്ങൾ ചർച്ചകൾ നിരന്തരം ഇപ്പോൾ ഇന്നലെ എല്ലാ ദിവസവും ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പം ഞങ്ങളോടല്ലേ പറയേണ്ടത്. അത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ, മര്യാദയല്ലല്ലോ. അപ്പോൾ ഈ ഫോണിലൂടെയൊക്കെ ചർച്ച നടത്തുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്? അനുകൂലമായ അല്ല, അതിനെക്കുറിച്ചുള്ള വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളും പറയും, അവർ അതിൻ്റെ പ്രയാസങ്ങൾ പറയും. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് രണ്ട് കൂട്ടർക്കും അവരുടേതായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതാണ് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നത്. ഒരു മൂന്നാം സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് ലീഗ് എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതല്ലെങ്കിൽ ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്നുള്ള ഉപാധി വെക്കുന്നുള്ള ചർച്ചകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നും. അങ്ങനെ ഒരു ഉപാധി വെച്ചിട്ടില്ല, അങ്ങനെ ഒരു പരിഹാരം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിലെ സീറ്റ് വിഭജനമാണ് ചർച്ച ചെയ്യുന്നത്. ഇത്തവണ ലീഗ് 3 സീറ്റിൽ മത്സരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ മൂന്നാം സീറ്റിൽ ഇപ്പോൾ ഈ ഒരു വിധത്തിലും ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ലീഗ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ? അല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പോഴല്ലേ ആലോചിക്കേണ്ടത്. അങ്ങനെ സാഹചര്യം വരികയാണെങ്കിൽ, വരില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വരികയാണെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഈ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ ലീഗ് പോകുന്നു എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട്. അത്തരം ആലോചനകളിലേക്കും പോകും? അല്ല, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ചർച്ചകളല്ലേ, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഉണ്ടാക്കുന്നവർ തന്നെ അതിന് പരിഹാരം കാണട്ടെ. അല്ല, മൂന്നാം സീറ്റ് ലഭിക്കില്ല എങ്കിൽ പിന്നെ ഏത് തീരുമാനത്തിലേക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ, ലഭിക്കിലേക്ക് പോകണ്ട. സാങ്കല്പികമായ ചോദ്യങ്ങൾ നമ്മൾ വിട്ടുവെക്കുക. സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ലീഗ് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KS ഹംസ ഇപ്പോൾ പൊന്നാനിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നാണ് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് മുസ്ലിം ലീഗിൻ്റെ? അല്ല, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അപജയങ്ങളുടെ ഒരു വലിയ ഉദാഹരണമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ ആളുകളെ കൊണ്ടുവരും, ഇടതുപക്ഷമായിട്ടോ കമ്മ്യൂണിസ്റ്റായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത. ഇവിടെ മുഴുവൻ നിലമ്പൂർ, പൊന്നാനി, തിരൂർ, തിരുവങ്ങാടി ഇതുപോലുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ ഇത്തരം ആളുകളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലേക്ക് കെട്ടിയിറക്കാറുണ്ട്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് അവരുടെ രാഷ്ട്രീയ പരാജയം. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ നോമിനേഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ UDF പൊന്നാനിയിൽ ജയിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. KS ഹംസയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ലീഗിനെ പൊന്നാനിയിൽ വെല്ലുവിളിക്കാനാവും? ഒരു നിലക്കും കഴിയില്ല. ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ 10 മടങ്ങ് ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 10 മടങ്ങ് ആവേശത്തിലാണ്. ഒരർത്ഥത്തിൽ നന്നായി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ CPM KS ഹംസയിലേക്ക് എത്തിയതിന് പ്രധാനമായി അവർ പറയുന്നൊരു കാരണം ഇരു സമസ്തയിലെ നേതാക്കളുമായിട്ടും മുസ്ലിം സംഘടനാ നേതാക്കളുമായിട്ടുള്ള ഈ KS ഹംസയുടെ ബന്ധമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ബന്ധം സ്വാധീനിക്കുകയാണെങ്കിൽ അത് ഏറ്റവും തിരിച്ചടിയാൻ പോകുന്നത് മുസ്ലിം ലീഗിനാണ്. ലീഗിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകളായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ലീഗ് വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഈ KS ഹംസയ്ക്ക് സാധിക്കും? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ്. അതെല്ലാ മതസംഘടനയിലുള്ള ആളുകളും മുസ്ലിം ലീഗിൻ്റെ വോട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പഴയ കാലത്തേക്കാൾ ഊർജിതമായി, കാരണം ഇയാളുടെ കാലുമാറ്റവും കൂറുമാറ്റവും ഇയാളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജില്ലയിൽ നിന്ന് ഇതിനു വേണ്ടി ഇറക്കുമതി ചെയ്ത ഒരു സ്ഥാനാർത്ഥിയെ പൊന്നാനിക്കാർ സ്വീകരിക്കില്ല എന്ന് 100% ഉറപ്പാണ്.
മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ സംസ്ഥാന ഭാരവാഹി, അതേപോലെ തന്നെ സമസ്തയുടെ നേതാക്കളുമായുള്ള അടുപ്പ ബന്ധം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മൊയ്നൽ തങ്ങളുമായുള്ള ബന്ധം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഇലക്ഷൻ രംഗത്തേക്ക് KS ഹംസ എത്തുന്നത് തന്നെ. അങ്ങനൊരു ചിത്രമാണ് പബ്ലിക്കിന് നൽകുന്നത്. ഇതിലും വലിയ പ്രാമാണിത്യമൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ഇറക്കിയിട്ടുണ്ടല്ലോ ഇവിടെ. എന്താ സംഭവിച്ചത്? അങ്ങനെ ഇതിൽ ഞങ്ങളെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പൊള്ളത്തരങ്ങളും അപജയങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ്. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെയുള്ള നേതാക്കന്മാരെക്കുറിച്ചൊക്കെ ഹംസ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രസംഗങ്ങളുടെ കോപ്പികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അതൊക്കെ വിനയായി തീരും എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. KS ഹംസയ്ക്ക് CPM-ൻ്റെ മുഴുവൻ വോട്ടും കിട്ടും തന്നെയാണോ ലീഗിൻ്റെ പ്രതീക്ഷ? ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല ഞങ്ങളെ കണക്കൂട്ടൽ. എന്തായാലും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സലാം നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായാലും 3-ാം സീറ്റിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു. അതിന് കിട്ടില്ല എന്ന് പറയുന്ന ഒരു ചിന്തയെക്കുറിച്ച് പോലും ലീഗ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.